പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. ഈ സ്പൈറുലിന ഒരു നീല ഹരിത പായലാണ്. ഗ്രീൻ ബ്ലഡ് എന്ന് വിളിക്കപ്പെടുന്നു. സ്പൈറുലിന WHO നിർദ്ദേശിക്കുന്ന ഒരു സൂപ്പർ ഫുഡും കൂടിയാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പ്രകൃതിദത്തമായ ഭക്ഷണമാണ് സ്പൈറുലിന. 100% ശരീരം വലിച്ചെടുക്കും എന്നതും 0% വെസ്റ്റേജും സ്പൈറുലിനയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഏത് പ്രോഡക്റ്റ് കഴിച്ചാലും നമുക്കൊരു 50 അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റം പറയും 80% ആദ്യം ഉണ്ടാവുള്ളൂ, ബാക്കി നമുക്ക് വേസ്റ്റ്. പക്ഷെ സ്പൈറുലിന നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ആഗീരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ പോഷകാഹാര കുറവിന് WHO നിർദ്ദേശിക്കുന്ന പരിഹാരമാണ് സ്പൈറുലിന. ഗർഭിണികൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിക്കാവുന്നതും അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് സ്പൈറുലിന. ശരീരത്തിലെ അമിത കൊഴുപ്പ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണമാണ് സ്പൈറുലിന. ചീത്ത കൊളസ്ട്രോൾ ആയ നമ്മുടെ LDL നല്ല കൊളസ്ട്രോൾ ആയ HDL ആക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ സ്പൈറുലിനയ്ക്കുണ്ട്. അതുപോലെ തന്നെ നെർവ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പ്രമേഹത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. ഹാർട്ട് ഡിസീസിനെ തടയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് നല്ല ഭക്ഷണമാണ്. കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചില്, അലർജി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്പൈറുലിന കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശ്വാസ പരിഹാരം തന്നെ ആന്റിബോസിൽ കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ദഹനം നല്ലതാക്കാനും ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയുമാണ് നമ്മുടെ സ്പൈറുലിന. 1 ഗ്രാം സ്പൈറുലിനയിൽ 1 കിലോഗ്രാം വിവിധ തരത്തിലുള്ള പച്ചക്കറികളിലെ പോഷകങ്ങൾക്ക് തുല്യമാണ് എന്നാണ് നാസയുടെ പഠനം. നമ്മുടെ ശരീരത്തില് 22 പോഷകങ്ങൾ ആവശ്യമുണ്ട്. അതിൽ 18 പോഷകങ്ങൾ അടങ്ങിയതാണ് വെസ്റ്റേജിന്റെ സ്പൈറുലിന. അയൺ ധാരാളമായി ഉള്ളതിനാൽ രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ കൂട്ടുന്നു. അതുപോലെ ഇതൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റും കൂടിയാണ് നമ്മുടെ സ്പൈറുലിന. 7 ഗ്രാം സ്പൈറുലിനയില് 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B1 11% ഉണ്ട്. വൈറ്റമിൻ B2 15% ഉണ്ട്. വൈറ്റമിൻ B3 4%, കോപ്പർ 21% ഉണ്ട്. അയൺ 11% ഉണ്ട്. ഇരുമ്പ്, മഗ്നീഷ്യം, അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിന്റെ ഒക്കെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ സ്പൈറുലിന. എല്ലാ അമിനോ ആസിഡുകളും omega-3, omega-6 ധാരാളമുള്ള ഒന്നാണ് നമ്മുടെ സ്പൈറുലിന. സ്പൈറുലിന കഴിച്ച നമ്മുടെ കടലാമ്മയുടെ ആയുസിന്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പൊ നമുക്ക് ആയുസ് കൂട്ടിത്തരുന്ന ഒന്നും കൂടെയാണ് നമ്മുടെ സ്പൈറുലിന. പിന്നെ ഒരു പ്രത്യേകത എന്നുള്ളത് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും നല്ല ഫുഡ് എന്ന് പറഞ്ഞ മുലപ്പാലാണ്. ആ മുലപ്പാലിലുള്ള ആവശ്യമായ അമിനോ അമ്ലമായ DHA അടങ്ങിയിട്ടുള്ള മറ്റൊരു നൈസർഗിക സ്രോതസ്സാണ് സ്പൈറുലിന. അതിന്റെ ഗുണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഈ DHA എന്ന് പറഞ്ഞാൽ omega-6 ഫാറ്റി ആസിഡുമാണ്. അത് നമ്മുടെ സ്പൈറുലിനയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് മുലപ്പാലിലാണ്. അപ്പൊ മുലപ്പാല് സമ്പൂർണ്ണ ആഹാരം. അപ്പൊ നമ്മുടെ സ്പൈറുലിനയും ഒരു സമ്പൂർണ്ണ ആഹാരം തന്നെയാണ്, അത് സംശയമില്ല. ഏറ്റവും കൂടുതൽ ബീറ്റാ കരോട്ടിൻ ഉള്ളതിനാൽ സ്പൈറുലിന രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ഉത്തമമാണ്. ഇലക്കറികൾ, പച്ചക്കറി എന്നിവയിൽ നിന്ന് കിട്ടുന്ന ഹരിതകം അത് ധാരാളം സ്പൈറുലിനയിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ കളർ തന്നെ കണ്ടു, നല്ല പച്ച കളറിലായിരിക്കുന്നത്. അപ്പോൾ ഹരിതകം ധാരാളം അടങ്ങിയിട്ടുള്ളതിന് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള കഴിവ് അപാരം തന്നെയാണ് സ്പൈറുലിനയ്ക്ക്. ദഹനപഥത്തിലെ രോഗാണുക്കളെ ഇല്ലാതാക്കാൻ സ്പൈറുലിനയ്ക്ക് കഴിവുണ്ട്. അതുപോലെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും നല്ലതും അത് എന്നുവെച്ചാൽ ഇല്ലാതാക്കാനായിട്ട് കഴിയുന്ന ഒരു അത്യപൂർവമായ ഒരു അതുല്യമായ പായലാണ് സ്പൈറുലിന. ക്യാൻസറിനെയും എയ്ഡ്സിനെയും തടയാനുള്ള സ്പൈറുലിനയുടെ കഴിവ് ഒട്ടേറെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹിരാകാശത്തേക്ക് പോകുന്നവർ ഒരു പൂർണ്ണ ഭക്ഷണമായിട്ട് കൊണ്ടുപോകുന്ന
ഒന്നാണ് സ്പൈറലില്ല. അപ്പൊ അതൊരു സമ്പൂർണ്ണ ഭക്ഷണമാണ്. സ്പൈറലില്ല കഴിച്ചിട്ട് നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. സ്പൈറലിലേക്കകത്ത് നമുക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണല്ലോ ബഹിരാകാശത്ത് പോകുന്നവർ ഇതും കൊണ്ട് പോകുന്നത്. ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പോഷകവും നൽകുന്നു, രക്തം ശുദ്ധീകരിക്കുന്നു, അതുപോലെ റെഡ് ബ്ലഡ് സെല്ല് കുറയുന്നവർക്ക് അതിന്റെ കൗണ്ട് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് സ്പൈറലില്ല. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുള്ള സ്പൈറലില്ല കഴിക്കുകയാണെങ്കിൽ രോഗത്തെ അകറ്റി ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. അത് കഴിക്കേണ്ടത് കുട്ടികൾക്ക് 1 ക്യാപ്സുൾ വീതം കൊടുക്കാം, മുതിർന്നവർക്ക് 1-2 ക്യാപ്സുൾ വീതം 2 നേരം കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത അനുഭവത്തിൽ നിന്നും കിട്ടിയതാണ്. സ്ലിം ബൂട്ടി ഒക്കെ ആകാനായിട്ട് താല്പര്യം, മണ്ണൊക്കെ കുറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്പൈറലില്ല വെറും വയറ്റിൽ ആഹാരത്തിന് മുമ്പ് ഒരു 2 എണ്ണം വീതം 2 നേരം 3 നേരം കഴിക്കുക. 3 നേരം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ കിടക്കാൻ നേരം കഴിക്കാതിരിക്കുക. കാരണം ഇത് എനർജി ബൂസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് വൈകിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വൈകുന്നേരം രാത്രി ആവുമ്പോൾ കഴിക്കുക. അതുമല്ല പിന്നെ ഒത്തിരിയൊക്കെ വണ്ണം വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്പൈറലില്ല ഭക്ഷണത്തിന് ശേഷം 2 എണ്ണം വീതം 3 നേരം കഴിക്കുക. അപ്പോ ഇത് 2 കാര്യത്തിനും ഉപകരിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്പൈറലില്ല. അപ്പൊ അത് നമ്മള് കഴിക്കുക. പിന്നെ ഒരു കാര്യം, സ്പൈറലില്ല പനിയുള്ളപ്പോൾ കഴിക്കരുതെന്ന് പറയപ്പെടുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സ്പൈറലില്ല കഴിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരമാണ്, വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ സ്പൈറലില്ല കഴിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്പൈറലില്ല വാങ്ങിച്ച് കുട്ടികൾക്കും നമ്മൾ കഴിക്കുക, മറ്റുള്ളവർക്ക് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. ഇതിന്റെ MRP എന്ന് പറയുന്നത് 421 രൂപയാണ്. അതിന്റെ DP പ്രൈസ് എന്ന് പറയുന്നത് 360 രൂപയാണ്. പിന്നെ നമ്മുടെ ഇമ്യൂണിറ്റി ബൂസ്റ്റ് കാറ്റഗറിയില് നമ്മുടെ വൈറ്റ കോംപ്ലക്സ് ഉണ്ട്, സീബക്ടൺ